എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ ഫീലിങ്സ് ആ വ്യക്തി മനസ്സിലാക്കാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ആ വ്യക്തിയെ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് പരിഗണന നൽകുന്നില്ല. ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തിക്ക് ഒരുപാട് സ്ഥാനം, ഒരുപാട് അവസരങ്ങൾ ഇതൊക്കെ നൽകി മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ വ്യക്തി ജീവിതത്തിൽ നിങ്ങളെ പരിഗണിക്കുന്നില്ല. നിങ്ങൾക്കൊപ്പം ജീവിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോഴും ആ വ്യക്തി മറ്റെന്തോ ചിന്തകളിൽ അടിമപ്പെടുന്നു. ആ വ്യക്തി നിങ്ങളോട് അകൽച്ച കാണിക്കുന്നു. എന്തിനാണ് അകൽച്ച എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. മുഴുവൻ സ്നേഹവും ആ വ്യക്തിക്ക് നൽകിയിട്ടും ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നില്ല. നിങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. എത്രയെത്ര പ്രതിസന്ധി സാഹചര്യങ്ങളുണ്ടായി, എത്രയെത്ര പ്രശ്നങ്ങളുണ്ടായി, അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴും ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്ക് അനുകൂലമാകുന്നില്ല. ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ട്. അത് അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിന് ആ വ്യക്തി തയ്യാറാകുന്നില്ല. എത്രയെത്ര പ്രശ്നങ്ങളും എത്രയെത്ര പ്രതിസന്ധികളും അതിജീവിച്ചാണ് ആ വ്യക്തി മുന്നോട്ട് പോയത്. ആ വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരുപാട് സങ്കീർണതകളുണ്ടായിരുന്നു, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ കൃത്യതയോടെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോടൊരു വെറുപ്പ് ഫീൽ ചെയ്യുന്നു. നിങ്ങളിൽ നിന്ന് അകലാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങൾ അങ്ങോട്ട് ചെന്ന് എന്തെങ്കിലും സംസാരിക്കാൻ തീരുമാനിച്ചാൽ ആ വ്യക്തി ഒഴിഞ്ഞു മാറുന്നു. അതുവരെ സ്നേഹിച്ച സ്നേഹം നിങ്ങളോട് കാണിക്കുന്നില്ല. നിങ്ങളെ അന്യനായോ മാറ്റി നിർത്താൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളെ ആ വ്യക്തി സ്നേഹിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ. പക്ഷെ പിന്നീട് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു അകൽച്ച, ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വിരോധപരമായൊരു നിലപാട് ഉണ്ടായിരിക്കുന്നു. ഒരുപാട് ആഗ്രഹിച്ചു, ഒരുപാട് മനസ്സറിഞ്ഞു. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ തയ്യാറെടുക്കുന്നു. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ആ വ്യക്തി അത്തരം ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ നിങ്ങളോട് കാണിക്കുന്നതെന്ന്. പക്ഷേ എന്തൊക്കെ വന്നാലും എങ്ങനെയൊക്കെ സംഭവിച്ചാലും നിങ്ങളിൽ നിന്ന് അകന്ന് നിങ്ങളെ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് ആ വ്യക്തി എത്തുന്നു. ആ വ്യക്തിയെ ആരാണ് അത്തരത്തിൽ നിങ്ങളിൽ നിന്ന് അകലാൻ ഉപദേശിച്ചത്? എന്താണ് നിങ്ങളുടെ ഫീലിങ്സ് ആ വ്യക്തി മനസ്സിലാക്കാത്തത്? ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ ചില ആൾക്കാർ, നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത ചില ആൾക്കാരുണ്ടാക്കിയിരിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വെറുക്കുന്നു. നിങ്ങൾക്കൊപ്പമുള്ള ആളുകൾ വളരെ ഗൂഢാലോചന നടത്തിയിട്ടാണ് നിങ്ങളുടെ വ്യക്തിയുടെയും ഇടയിലേക്ക് എത്തുന്നത്. ആദ്യം അവർക്ക് അവസരങ്ങൾ കൊടുത്തത് നിങ്ങളാണ്. പക്ഷെ നിങ്ങളറിഞ്ഞില്ല അവരുടെ മനസ്സ് ഇതുപോലെ ആയിരിക്കുമെന്ന്. അവർ നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയെ ഇല്ലാതാക്കാൻ നോക്കുന്നു. പല ജീവിത സാഹചര്യങ്ങളിലും നിങ്ങൾ അവരെയൊക്കെ സംരക്ഷിച്ചും അവരെയൊക്കെ സഹായിച്ചും അവരുമായിട്ട് സഹകരിച്ചൊക്കെ പോയി. പക്ഷെ അവരുടെ ഉള്ളിൽ നിങ്ങളുടെ വ്യക്തിയെ തന്നെയായിരുന്നു നോട്ടം. അവർക്ക് നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ കിട്ടരുത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ച ആളാണ്, അതിൽ വിജയിച്ച ആളാണ്, അങ്ങനെ ചെയ്ത ആളാണ്. പക്ഷേ ഇവർക്ക് അത് സാധിച്ചു. ഇവർക്ക് അത് അങ്ങനെ നേടിയെടുക്കാനായിട്ടും അവരെ തകർക്കാനായിട്ടും സാധിച്ചു. അവരാണ് ആ ശ്രമങ്ങൾ നടത്തിയത്.
അവരാണ് ആ രീതികൾ നടത്തിയത്. ജീവിതത്തിൽ വലിയ ഒരു പ്രതിസന്ധി, ജീവിതത്തിലൊരു വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പ്രേരകമായത് നിങ്ങളുടെ വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഉണ്ടാകാതിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ദുഃഖമുണ്ട്. ഇനി നിങ്ങൾ ആലോചിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളെയും ആ വ്യക്തിയെയും തെറ്റിക്കാൻ ശ്രമിച്ച ആ ആളുകൾ നിരന്തരമായി നിങ്ങൾക്ക് എതിരെ പ്രശ്നമുണ്ടാക്കുകയാണ്. നിങ്ങളുടെ വ്യക്തിയെയും നിങ്ങളെയും തമ്മിലടിപ്പിച്ച് രണ്ടാക്കി തീർക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവർ പരാജയപ്പെടുകയാണ്. അവരുടെ വാക്കുകൾ വിശ്വസനീയമല്ല എന്നും അവർ നുണകളും വ്യാജമായ പ്രചരണങ്ങളുമാണ് നടത്തുന്നതെന്നും തെറ്റിദ്ധരിപ്പിച്ച് ഭിന്നിപ്പിച്ച് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും രണ്ടാക്കാനുമാണ് ശ്രമിക്കുന്നത്, തകർക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള ബോധ്യം നിങ്ങളുടെ വ്യക്തിക്കുണ്ടായിരിക്കുന്നു. തീർച്ചയായിട്ടും അത് പൂർണ്ണമായി നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കും. അതാണ് ഇനി കാണാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.